പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെയർ ബ്രോച്ചും ഹെയർ വൈനും ചെയ്യുന്നതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില ബേസിക് മെത്തേഡ്സാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 6 mm സൈസ് വരുന്ന റൗണ്ട് ഷേപ്പ് ബീഡ്സ് ആണ്. ഏത് ഷേപ്പിലുള്ള ബീഡ്സ് വെച്ച് നമുക്ക് ഹെയർ വൈൻസ് ചെയ്യാം. അതുപോലെ 4 mm സൈസ് വരുന്ന ഗിയർ വയറാണ് എടുത്തിരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള 4 മെത്തേഡ്സാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് വെച്ച് നമുക്ക് ഹെയർ വൈനും ഹെയർ ബ്രോച്ചും എല്ലാം ഈ മെത്തേഡ് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ആദ്യം കുറച്ച് ഗിയർ വയർ എടുത്ത് അതിലേക്ക് ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആ ബീഡ്സിനെ ഇതുപോലെ വലിച്ചു പിടിച്ച് നല്ലതുപോലെ പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എത്രയാണോ ലെങ്ത് ആവശ്യം അത്രയും വരെ പിരിച്ചെടുക്കാം. ഇങ്ങനെയാണ് വരിക. ഈ ബീഡ്സും കമ്പിയും തമ്മിൽ ഗ്യാപ്പ് വരാൻ പാടില്ല. വീണ്ടും ഒരു ബീഡ്സ് ഇട്ട് അതിനെ ആദ്യം ചെയ്തതുപോലെ തന്നെ ടൈറ്റാക്കി പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആ ബീഡ്സിനെ നമ്മൾ ഒരു തവണ പിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ ഓപ്പോസിറ്റ് കമ്പിയിൽ വീണ്ടും ഒരു ബീഡ്സ് ഇടുന്നു. അതിനെ നമ്മൾ ടൈറ്റാക്കി പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം നമ്മൾ ഈ 2 കമ്പിയും ഒന്നിച്ച് പിടിച്ച് അതിനെ പിരിച്ചെടുക്കുകയാണ്. എത്ര ലെങ്ത് ആണോ ഗ്യാപ്പ് വേണ്ടത് അത്രയും നമുക്ക് പിരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 4 to 5 ടൈംസ് ഇതിനെ പിരിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു മെത്തേഡ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. രണ്ടാമത്തെ രീതി എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ടൊരു കമ്പി എടുത്ത് അതിലേക്കൊരു ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ്. അതിനെ നമ്മൾ നല്ലപോലെ ടൈറ്റാക്കി പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും ഒരു ബീഡ്സ് ഇട്ടു. അതും നമ്മൾ ആദ്യം ചെയ്തതുപോലെ ടൈറ്റാക്കി പിരിച്ചെടുക്കുകയാണ്. ഇനി അത് ഒന്നിച്ച് 2 കമ്പിയും കൂട്ടിപ്പിടിച്ച് ഒരു 3 to 4 ടൈംസ് അതിനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള കമ്പിയിലേക്ക് ബീഡ്സ് ഇടുന്നു. അതും നല്ലതുപോലെ ചുറ്റിയെടുക്കുന്നു. ശേഷം 2 കമ്പിയും കൂട്ടിപ്പിടിച്ച് 3 to 4 ടൈംസ് വീണ്ടും ചുറ്റിയെടുക്കുന്നു. ശേഷം ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള കമ്പിയിലേക്ക് അടുത്ത ബീഡ്സ് ഇടുന്നു. അതും ചുറ്റിയെടുക്കുന്നു. ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ആദ്യത്തെയും രണ്ടാമത്തെ പാറ്റേൺ തമ്മിലുള്ള ഡിഫറൻസ്. ഇനി മൂന്നാമത്തെ പാറ്റേൺ ആണ്. ഇത് നമ്മൾ സാധാരണയായി ഹെയർ ബ്രോച്ചിനാണ് യൂസ് ചെയ്യാറ്. അതിനുവേണ്ടി ആദ്യം ഒരു ബീഡ്സ് എടുത്ത് ടൈറ്റായി പിരിച്ചെടുക്കുന്നു. രണ്ടാമതൊരു ബീഡ്സ് അതേപോലെ തന്നെ ടൈറ്റാക്കി പിരിച്ചെടുക്കുന്നു. മൂന്നാമത്തെ ബീഡ്സ് ഇട്ടു. അതും ഇതുപോലെ തന്നെ പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും ബീഡ്സ് ഫസ്റ്റത്തെ ബീഡ്സിൻ്റെ ലെഫ്റ്റും റൈറ്റും സൈഡിലായിട്ട് വരുന്ന രീതിയിൽ അതിനെ പ്രസ് ചെയ്തെടുക്കും. ശേഷം 2 കമ്പിയും കൂട്ടിപ്പിടിച്ച് 3 to 4 ടൈംസ് പിരിച്ചെടുക്കുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. വീണ്ടും ഒരു ബീഡ്സ് എടുത്ത് ഇതുപോലെ പിരിച്ചെടുത്തതിന് ശേഷം അതിനെ അതിൻ്റെ സെൻറ്ററിലേക്ക് പ്രസ് ചെയ്ത് വയ്ക്കുന്നു. ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ സ്റ്റെപ്പ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് വീണ്ടും 2 ബീഡ്സ് ഇതുപോലെ ചെയ്തെടുക്കുന്നു. എന്നിട്ട് അതിനെ സെൻറ്ററിലേക്ക് പ്രസ് ചെയ്ത് വെക്കുന്നു. ഇവിടെ ഇപ്പോൾ 2 ബീഡ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ആ സെൻറ്ററിലേക്ക് പ്രസ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി 2 കമ്പിയും കൂട്ടിപ്പിടിച്ച് ടൈറ്റായിട്ട് 3 to 4 ടൈംസ് വരെ നമ്മളതിനെ പിരിച്ചെടുക്കുന്നു. വീണ്ടും ഒരു ബീഡ്സ് മാത്രമായിട്ട് ചെയ്ത് അതിനെ സെൻറ്ററിലേക്ക്
പ്രസ് ചെയ്ത് വയ്ക്കുന്നു. സോ ഇത് നമുക്കിനി റിപ്പീറ്റ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരിക. അടുത്തതായി നാലാമത്തെ മെത്തേഡാണ്. അതിനുവേണ്ടി ഞാനൊരു ബീഡ്സ് ഇടുന്നുണ്ട്. ഇനി അതിനെ കുറച്ച് ലെങ്ത്തിൽ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം രണ്ടാമത്തെ ബീഡ്സ് ഇട്ടു. ആദ്യത്തെ ബീഡ്സിൻ്റെ അതേ ലെങ്ത്തിൽ തന്നെയാണ് രണ്ടാമത്തെ ബീഡ്സും ചുറ്റിയെടുക്കുന്നത്. മൂന്നാമത്തെ ബീഡ്സും അതേ ലെങ്ത്തിൽ തന്നെ ചുറ്റിയെടുക്കുകയാണ്. നാലാമത്തെ ബീഡ്സും അതേ ലെങ്ത്തിൽ തന്നെയാണ് ചുറ്റിയെടുക്കുന്നത്. ഇനി രണ്ട് കമ്പിയും നമ്മൾ കൂട്ടിപ്പിടിച്ച് ശേഷം 3 to 4 ടൈംസ് അതിനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആദ്യം ചെയ്ത ആ മെത്തേഡ് അതേപോലെ തന്നെയാണ് രണ്ടാമത്തെ ഫോളോ ചെയ്യുന്നത്. ആദ്യം ഒരു ബീഡ്സ് എടുത്ത് അതിന് ചുറ്റിയെടുക്കുന്നു. ശേഷം അതേ ലെങ്ത്തിൽ തന്നെ രണ്ടാമത്തെ ബീഡ്സും ചുറ്റിയെടുക്കുന്നു. വീണ്ടും മൂന്നാമത്തെയും നാലാമത്തെയും ബീഡ്സ് അതേ ലെങ്ത്തിൽ തന്നെയാണ് ചുറ്റിയെടുക്കുന്നത്. ഇനി ഈ 4 ബീഡ്സും നമ്മൾ സെൻറ്ററിലേക്ക് വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം രണ്ട് കമ്പിയും കൂട്ടിപ്പിടിച്ച് അതിനെ ഒരു 3 to 4 ടൈംസ് നമ്മൾ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് സാധാരണയായി ഹെയർ ബ്രോച്ച് ചെയ്യാനാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഈ ബേസിക് മെത്തേഡ്സ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റീവായിട്ട് പുതിയ മെത്തേഡ്സുകൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും.